ഇന്ത്യൻ ടീമിന് ജയിക്കാൻ വേണ്ടി ആവശ്യമുള്ളത് 4 റൺ മാത്രമാണ്. നമ്മുടെ കയ്യിലുള്ളത് ഒരു ബോളും. ഈ മാച്ച് ഇന്ത്യൻ ടീമിന് ജയിക്കാൻ കഴിയുമോ? ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്കത് കാണാം. ഈ ക്രിക്കറ്റ് കളിക്കാർക്കൊക്കെ നല്ല സുഖമാ. 5 ദിവസമല്ലേ ടെസ്റ്റ് മാച്ച്. നീ പറഞ്ഞത് ശരിയാ. ക്രിക്കറ്റ് കളിച്ച് കോടികളാ ഉണ്ടാക്കുന്ന, പോരാത്തതിന് പരസ്യങ്ങളിൽ നിന്നും സമ്പാദിക്കുന്നുണ്ട്. നമുക്ക് ക്രിക്കറ്റ് കളിക്കാറായാ മതിയായിരുന്നു. ഒരുപാട് കാശുണ്ടാക്കാമായിരുന്നു. പരസ്യങ്ങളിൽ അഭിനയിച്ച് സുഖിക്കായിരുന്നു. എനിക്കും. നീ ആലോചിക്ക്, നമ്മൾ വ്യത്യസ്ത പ്രോഡക്റ്റിന്റെ ആഡിൽ അഭിനയിച്ച് കോടീശ്വരന്മാരായി മാറും. നിങ്ങളുടെ മൃണാലിനെ അകത്താക്കൂ, ശക്തി നേടൂ. എന്റെ ഈ ദൃഢ കോമളമായ ശരീര സൗന്ദര്യത്തിന്റെ രഹസ്യം ഈ മൃണാലിനി മാത്രമാണ്. അതെ, ഞാനും ഈ മരുന്ന് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഞാനും ശക്തിമാനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളും ഈ മരുന്ന് കഴിക്കൂ, വേഗം ശക്തിമാനായി മാറൂ. ശ്വാസം പിടിച്ചു വെച്ച് തളർന്നു പോയി. ഇങ്ങനെ അധ്വാനിച്ച് എനിക്ക് വയ്യാതായി. ശരിയാ, നമുക്കും ക്രിക്കറ്റ് പ്ലെയർ ആവാം. അതെ, മോട്ടു പത്ലു ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞ മത്സരം നമുക്ക് സംഘടിപ്പിക്കാം. ഈ ലോകത്തിന് നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മൾ എത്ര വലിയ കളിക്കാരാണെന്നുള്ളത്. വരൂ, നല്ല കാര്യങ്ങൾ ഇനി മാറ്റിവെക്കാൻ പാടില്ല. നമ്മൾ ആരാണെന്ന് ലോകം അറിയണം. കൊള്ളാം, ഇത് നല്ല ഐഡിയ. ഞാനും ഉണ്ട് ക്രിക്കറ്റ് കളിക്കാൻ. പിന്നെ സമൂസ ആരുണ്ടാക്കും? കോഴികൾ ഉണ്ടാക്കുമ്പോഴാ സമോസ ഉണ്ടാക്കാൻ പോകുന്നേ. അതിനൊക്കെ ഇനി ആർക്കാ സമയം? അല്ല, ആരായി ബോൾ അടിച്ചേ? എന്റെ അമ്മോ, നിങ്ങൾ എന്ത് ചോദ്യായി ചോദിക്കുന്നത്? എനിക്ക് വെടിവെക്കാൻ അറിയുള്ളൂ, പന്തടിക്കാൻ അറിയില്ല. ഇവിടെ നിങ്ങൾ മാത്രമാ ക്രിക്കറ്റ് കളിച്ചത്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തന്നെയായിരിക്കും ബോളും അടിച്ചത്. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഒരിക്കലും ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കില്ല. We are sorry. അതിനിപ്പോ സോറി പറയേണ്ട ഒരു ആവശ്യമില്ല. ഒരു ഗെയിം കളിക്കുമ്പോൾ ഇതൊക്കെ സാധാരണമല്ലേ? എനിക്കും ഗെയിംസ് കളിക്കാൻ വളരെ ഇഷ്ടമാണ്. ഞാൻ കളിക്കുന്നത് ഫുട്ബോൾ ആണ്. പിന്നെ ഞാനൊരു കിക്ക് അടിക്കുമ്പോ എന്റെ ബോൾ എത്ര ദൂരം വരെ പോകും നിങ്ങൾക്ക് അറിയാവോ? പൊളിച്ചെടുത്തല്ലോ. എത്ര ദൂരം? ഇങ്ങോട്ട് വരൂ. എന്നിട്ട് എല്ലാരും ഇവിടെ വന്ന് ലൈനിൽ നിന്ന് ഒരുമിച്ച് അങ്ങോട്ട് നോക്കൂ. ഇന്നാ പിടിച്ചോ, പിടിച്ചോ. നീ പോയിക്കോ. എന്നിട്ട് സ്വന്തം പോയി നോക്കിയാ മതി എന്റെ ബോൾ എത്ര ദൂരം വരെ പോകുമെന്ന്. ഇനി എങ്ങാനും ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നത് ഞാൻ കണ്ട, ഞാൻ നിങ്ങളുടെ ഹോക്കി കളിക്കും. എന്റെ നാട്ടല്ല പൊട്ടിയതാ തോന്നുന്നു. എന്റെ രോഗികളാണെങ്കിൽ സത്യം, ഒരു തവണയെങ്കിലും ആ ബോക്സർ എന്റെ ക്ലിനിക്കിൽ വരുകയാണെങ്കിൽ അയാള് ബോക്സിംഗ് മറന്നു പോകത്തക്ക വിധം ഞാൻ ആക്കി വിടും. ഈ അപമാനം എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇതിനെന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ശരിയോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. പക്ഷെ നമുക്കതിന് എന്ത് ചെയ്യാനൊക്കും? നമ്മൾ ഇവിടെ ഈ കാട്ടിൽ ക്രിക്കറ്റ് കളിച്ചിരിക്കും. കണ്ടില്ലേ എത്ര മനോഹരമായ സ്ഥലം. പൊളിച്ചെടുത്തല്ലോ. കാട്ടിലാണോ ക്രിക്കറ്റ് കളി? അത് പറ്റില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. Why fear when Chingam is here? ചിങ്കത്തിട്ടിടുന്ന കാട് രക്ഷപ്പെടുന്നത് impossible, highly impossible. ആര് വന്നാലും ശരി, അവരെല്ലാം ഞാൻ വെടിവെക്കും. വെടിവെക്കും ഞാൻ. കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വിക്കറ്റ് പോയി. ഡിങ് ഡോങ് ഡിങ് ഡോങ് ഡിങ് ഡിങ് ഡോങ്. വേഗം വാതിൽ തുറന്നില്ലെങ്കിൽ എറിയും ഞങ്ങൾ ബോംബ്. ഇതെന്താണ് ഇക്കാലത്തും അലിബാബയും 40 കള്ളന്മാരോ? എന്റെ മോട്ടു, ഇത് അതുപോലെ അലിബാബയും 10 കള്ളന്മാരെന്നാ തോന്നുന്നേ. ചിങ്കം സാറേ വേഗം എഴുന്നേൽക്കൂ. ഇപ്പൊ പോലീസിന്റെ സേവനം അത്യാവശ്യമാണ്. എഴുന്നേൽക്ക്, വേഗം എഴുന്നേൽക്ക്. ഡിങ് ഡോങ് ഡിങ് ഡോങ് ഡിങ് ഡിങ് ഡോങ്. ഞാൻ എടുക്കേണ്ടതെല്ലാം എടുത്തു കഴിഞ്ഞു. വേഗം നീ അടഞ്ഞില്ലെങ്കിൽ വീണ്ടും എറിയും ഞാൻ ബോംബ്. ചിങ്കം സാറേ വേഗം പിടിക്ക്. അതാ പോകുന്നു അവൻ. ആരാണെന്ന് ചോദിച്ചില്ലേ? സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. കമാൻഡ് യു. ചിങ്കൻ സാറേ, ഈ ഗുഹ കൊള്ളക്കാരുടേതാ. എനിക്ക് തോന്നുന്നു അകത്ത് നിധിയുണ്ടെന്ന്. എല്ലാരും പുറകോട്ട് മാറി നിൽക്കൂ. ആ വാതില് ഞാൻ തുറക്കാം. ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം. ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു, വാതില് തുറക്കൂ. ഡിങ് ഡോങ് ബെൽ, പുസീസ് ഇൻ ദ വെൽ. പിന്നെന്തായിരുന്നപ്പാ? എന്റെ മോട്ടു, ഇത് നഴ്സറി റൈംസ് ആണ്. അവര് പാടിയത് ഇതല്ല. അവര് പാടിയത് ഡിങ് ഡോങ് ഡിങ് ഡോങ് ഡിങ് ഡിങ് ഡോങ്. വേഗം വാതിൽ തുറന്നില്ലെങ്കിൽ എറിയും ഞങ്ങൾ ബോംബ്.
ഹാ, ഹാ, ഹാ. അപ്പോ നിങ്ങൾ കള്ളന്മാരുടെ വീട്ടിൽ മോഷ്ടിക്കാൻ ഇറങ്ങിയതാണല്ലേ? ഏയ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഞങ്ങളെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. Name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിനടുന്ന് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, ഹൈലി എംപോസിബിൾ. ഇപ്പൊ തന്നെ ഇതെല്ലാം എന്റെ അടുത്ത് സറണ്ടർ ചെയ്യണം. ചെയ്യണം. The name is ചിപ്പർ, ചിപ്പർ സിംഗ്. ചിപ്പറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. ആരെങ്കിലും അനങ്ങിയാൽ ഞാൻ വെടിവെക്കും. എന്റെ അമ്മോ, നീ എന്താ എന്റെ ഡയലോഗ് പറയാണോ? ഓ ചിപ്പർ, എന്റെ സഹോദര, എന്റെ ചങ്കെ, ഞങ്ങൾ ഈ കാട്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നപ്പോ അറിയാതെ ഇതിനകത്ത് വന്ന് പെട്ടുപോയതാ. അറിയാതെയാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരവസരം കൂടെ തരാണ് കേട്ടോ. പക്ഷേ അതിന് നിങ്ങൾ എന്നെ ഏതെങ്കിലും ഒരു കളിയിൽ തോൽപ്പിക്കേണ്ടി വരും. നിങ്ങൾ ജയിച്ചാൽ ഇവിടുന്ന് പുറത്തേക്ക് പോവാം, അല്ലെങ്കിൽ തോറ്റാൽ ഇവിടുന്ന് നേരെ മേളിലേക്ക് പോവാം. ഷൂട്ടിങ്ങിന്റെ ഒരു ഗെയിം വയ്ക്കാം അല്ലേ? എന്താ, നന്നായിരിക്കില്ലേ? ചിപ്പർ സിംഗ്, മുകളിൽ നിന്ന് നാളികേരം വീഴുന്നത് നിനക്കിപ്പോ കാണണോ? Shut up. ഞാനിപ്പോ ജോക്ക് അടിക്കുന്ന മൂഡിലല്ല. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്, അല്ലെങ്കിൽ നമ്മളെ മേലേക്ക് അയക്കും. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. ചിപ്പർ ചേട്ടാ, മാരത്തോൺ പോലുള്ള വല്ല പരിപാടി ഉണ്ടെങ്കിൽ നോക്ക്. നമുക്ക് ആരാ സ്പീഡിൽ ഓടുന്നതെന്ന് നോക്കാം. എന്നെ മണ്ടനാക്കാൻ നോക്കാണോ? ഇവിടുന്ന് പുറത്തോടാൻ ശ്രമിക്കാണോ? പക്ഷേ എന്റെ വെടിയുണ്ടേനേക്കാളും വേഗത്തിൽ നിങ്ങൾക്ക് ഓടാൻ കഴിയില്ല. എന്നാ ചിപ്പറേ, നമ്മള് തമ്മിലൊരു ക്രിക്കറ്റ് മാച്ച് കളിക്കാം. അതില് ഞങ്ങള് ജയിച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകും. ഒരു പക്ഷെ തോറ്റു കഴിഞ്ഞാലോ മുകളിലേക്ക് പോകും. ഈ ക്രിക്കറ്റ് കളി ഇപ്പോഴെന്തിനാ വെച്ചത്? കൊള്ളക്കാരടുത്ത് രക്ഷപ്പെടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ഇവര് കൊള്ളക്കാരാണ്. ഇവർക്ക് തോക്കൊണ്ട് വെടിവെക്കാൻ അറിയാം, കത്തിയോണ്ട് കുത്താനും അറിയാം. പക്ഷെ ബാറ്റിങ്ങും ബോളിങ്ങും ഇവർക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അതുകൊണ്ട് നമുക്കിവരെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ പറ്റും. വെരി ഗുഡ് ഐഡിയ എന്റെ ചങ്ക്. ഇപ്പോഴാ എനിക്ക് വിശ്വാസമായത് നമുക്ക് ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെടാമെന്ന്. ക്രിക്കറ്റ് മാച്ചോ? ഐഡിയ എന്തായാലും നല്ലത് തന്നെയാ. എന്റെ ഫേവറേറ്റ് ഗെയിമും ക്രിക്കറ്റ് തന്നെയാണ്. എടാ വൃത്തികെട്ടവനെ, ഭ്രാന്ത, നീ ഞങ്ങളെ എല്ലാവരെയും മോളിൽ പറഞ്ഞുവിടാനുള്ള ഏർപ്പാടുകൾ ചെയ്തു വെച്ചിരിക്കുവല്ലേ? എന്താണത്? ഇതൊരു റിമോട്ട് കൺട്രോൾ ബോംബാണ്. ഇനി ഞങ്ങളുടെ പ്ലേയേഴ്സിനെ ഔട്ടാക്കാൻ നിന്റെ വിരൽ ഉയർന്നാൽ ഈ റിമോട്ട് കൺട്രോൾ ഞങ്ങൾ പ്രസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ എല്ലാരും ഇവിടെ തന്നെ കിടന്ന് മരിക്കുക. ടിങ് ടിങ്. എന്റെ അമ്മോ, ഞാൻ എങ്ങനെ അമ്പയറിംഗ് ചെയ്യും? സിക്സർ, സിക്സർ. No, 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 no ball. No ball. വിളിക്കാതിരിക്കായിരുന്നു, ഔട്ടായേനെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്റെ കയ്യിൽ റിമോട്ട് ഉണ്ട്. ഓവറുകളെല്ലാം അവസാനിച്ചപ്പോൾ ടോട്ടൽ സ്കോർ 420. ഫസ്റ്റ് ഇന്നിംഗ്സ് ഇതാ തീർന്നിരിക്കുന്നു. മിസ്റ്റർ ചിങ്കം, നിങ്ങളുടെ അമ്പയറിംഗ് നല്ല ക്ലാസ്സുള്ള അമ്പയറിംഗാ കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ പൊടി പോലും കാണില്ല. എന്റെ അമ്മോ, ഞാൻ എന്താ ചെയ്യാ? ഇനി എല്ലാ ബോളും ഔട്ട് കൊടുത്താൽ മതി. ഇനി ഒരു നോ ബോൾ പോലും കൊടുക്കാൻ പാടില്ല കേട്ടോ. മേലിൽ നിങ്ങൾ ഇതുപോലെ ആവർത്തിച്ചാലുണ്ടല്ലോ നിങ്ങൾ ഞാൻ. അപ്പൊ ശരി, ഞാൻ ഇങ്ങോട്ട് വന്നാലും ശരി അങ്ങോട്ട് പോയാലും ശരി എനിക്ക് അടി ഉറപ്പാണെന്നുള്ള കാര്യം ഒരു സംശയമില്ല. ഞാൻ ആരെ കൂടെ നിൽക്കേണ്ടത്? ഇരു ടീമുകളെയും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സർദാർ സിംഗ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ക്യാപ്റ്റൻ. മാച്ച് ഇതാ വീണ്ടും തുടങ്ങാൻ പോകുന്നു. അമ്പയർ ചിങ്കം ഇതാ റെഡിയാണ്. ഓർമ്മ വേണം, എന്റെ കയ്യിൽ ഇതാ റിമോട്ട് ഉണ്ട്. തീരുമാനം എനിക്ക് എതിരാണെങ്കിൽ ഞാൻ ഈ റിമോട്ട് പ്രസ് ചെയ്യും. ഇതാ മോട്ടു പത്രുവിന്റെ ടീം ബാറ്റിംഗ് വരുന്നു. ഇതാ ബാറ്റിംഗ് ചെയ്യുന്നത് ചിപ്പർ സിംഗ്. ഇതാ ബോൾ എറിയുന്നു. എന്റെ അമ്മോ, ഈ
അറിഞ്ഞാൽ ലൈഫ് ടൈം ബാൻ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരിക്കലും കളിക്കാനേ പറ്റില്ല. ഇതാ ചായക്കടക്കാരൻ വന്നിരിക്കുന്നു. ഇതാ ബോൾ വരുന്നു. ഇയാള് ആദ്യമതിൽ out ആവുന്നു. അടുത്തത് മോട്ടുവിന്റെ ബാറ്റിംഗ്. മോട്ടു ഇതാ എങ്ങനെ കളിക്കാൻ പോകുന്നത് നോക്കാം. ബോൾ അടിച്ചില്ല. എനിക്ക് തോന്നുന്നു മോട്ടു ബോൾ പോലും കണ്ടില്ല. ബോൾ ഇതാ വിക്കറ്റ് കീപ്പറിന്റെ കയ്യിൽ സേഫ്. വീണ്ടും ഇതാ കയ്യിലേക്ക് തന്നെ. മോട്ടു ഇതാ ഓരോ പന്തും വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവാണെങ്കിൽ ഇവരെങ്ങനെ ജയിക്കാനാണ്? ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ എന്തെങ്കിലും ചെയ് പത്ലു. ഐഡിയ. ഇതാ ബോൾ വരുന്നു. എനിക്ക് വിശ്വസിക്കാൻ ഈ ബെൽറ്റിൽ ഒരു ബോംബുണ്ട്. നീ ഇനി ഷോട്ട് അടിച്ചാൽ ആ കമന്റേറ്റർ അവിടെ ഇരുന്നുകൊണ്ട് ഈ ബോംബിന്റെ റിമോട്ട് കൺട്രോൾ പ്രസ് ചെയ്യും. ഇതാ ബോൾ എന്റെ നേർക്ക് വരുന്നു. എന്താണെന്ന് നോക്കാം. ഒരു ബോൾ ബാക്കിയുണ്ട്. നിനക്ക് ആവശ്യമുള്ളത് 4 റണ്ണാണ്. ഇനി നീ ഷോട്ട് അടിച്ചാൽ നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് മരിക്കേണ്ടി വരും. പത്ലു, സമൂസ വല്ലതും ബാക്കിയിരിപ്പുണ്ടോ? ഞാൻ ക്ഷീണിച്ചു പോയി. കഴിഞ്ഞു, ഇതുകൂടെ ഉള്ളൂ. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ.